ഹലോ, അപ്പം ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു നോക്കിയുടെ 105 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ഇതുണ്ടോ, ഇൻവാലിഡ് സിം, IME കാര്യങ്ങളൊക്കെ ഉണ്ട്, IME ഒക്കെ ഉണ്ട്. ഇത് അൺരജിസ്റ്റേർഡ് IME ആണ് ഫോണിലുള്ളത്. അതുകൊണ്ടാണ് ഇത് ഫോണിൽ നോ സർവീസ് അല്ല, ഇൻവാലിഡ് സിം എന്ന് വരാം. നമുക്കിതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഡെഡ് ഫോൺ എടുക്കുക. നോക്കിയ തന്നെ ആവണമെന്നില്ല, ഏതായാലും മതി. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇതിപ്പോൾ നോക്കിയ തന്നെ ആയതുകൊണ്ട് ഞാനൊരു നോക്കി എടുക്കാൻ ഇതിന് CP ഒന്നുമില്ല, കണ്ടാ. ഓക്കെ, ഇതിലൊരു IME ഉണ്ട്. അപ്പോൾ ഈ IME നമ്മൾ ഇതിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ IME ചേഞ്ച് ചെയ്യുന്നത് ഇല്ലീഗലാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് സെയിം ഫോൺ നമ്മളടുത്ത് അവൈലബിൾ ഉള്ളത് കൊണ്ടും നമ്മളത് ചെയ്യുന്നതെന്ന് മാത്രം. അതല്ലാണ്ട് റാൻഡമായിട്ടുള്ള IME കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനോ, IME ചേഞ്ച് ചെയ്യുന്നത് തികച്ചും ഇല്ലീഗലാണ്. പോലീസ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഉത്തരവാദിയല്ല. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇൻവാലിഡ് സിം കാണിച്ചു തരാം. സിമ്പിൾ വേ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻവാലിഡ് സിം. ഓക്കെ, ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് നോക്കിയ 105. ഓക്കെ, ഇത് നമ്മളെങ്ങനെ ഇതിലിപ്പോൾ ഓൾറെഡി സിം ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിമ്പിൾ വേസാണ് *70003 ശേഷം # അമർത്താം. ഇതിൻ്റെ ഒറിജിനൽ IME ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ക്ലിയർ ചെയ്യാം. ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഡെഡ് ഫോണിൽ നിന്നുള്ള IME നമ്മളതിനകത്ത് റൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു IME അവൈലബിൾ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യണുള്ളൂ. IME അടിച്ചതിന് ശേഷം സെലക്ട് കൊടുക്കുക. ഇപ്പോൾ റീബൂട്ട് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫോൺ റീബൂട്ട് ചെയ്യും. IME ചേഞ്ച് ചെയ്യുന്ന ഇല്ലീഗലാണ്. നമുക്ക് റാൻഡം IME വേണമെങ്കിൽ അടിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ട് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഇവിടെയുള്ളൊരു സ്ക്രാപ്പ് ഫോണാണ്. ഞാൻ തന്നെ ഇവിടെ നിന്ന് കൊടുത്തൊരു ഫോണാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. ഈ IME നമ്മൾ ഇതിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം BI ഇന്ത്യ. ഓക്കെ, 198. ഓക്കെ, ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് IME നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ, നമ്മൾ ചേഞ്ച് ചെയ്ത IME ഫസ്റ്റ് വന്നിട്ടുണ്ട്. മറ്റേ വർക്ക് ചെയ്യാത്ത IME പുറകിലുണ്ട്. IME നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നെറ്റ്വർക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.